ഈ എമ്പുരാനെ ഈ പറഞ്ഞ ഭയങ്കര പൊളിറ്റിക്സ് സംസാരിക്കുന്നു. അതായത് സംഘി വിരോധം, സംഘികൾക്ക് എതിർപ്പ്, അല്ലെങ്കിൽ ഈ ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ട് വേറെന്തോ ഒരു പ്രത്യേക പേഴ്സ്പെക്റ്റീവ് പറയുമ്പോൾ സംഘികൾക്ക് വിരോധം ഉണ്ടാകും. അപ്പോൾ അത് തീർച്ചയായിട്ടും വേറെ ഏത് കൂട്ടർക്കും സന്തോഷം ഉണ്ടാവണം. അങ്ങനത്തെ ഒരു പടം ഈദിൻ്റെ സമയത്ത് ഇറക്കുമ്പോൾ അതിനൊരു സാധ്യത കൂടുതലാണ്. ആര് വന്ന് കാണാൻ? സംഖ്യകളോട് ഇഷ്ടമല്ലാത്ത ആരും. അതിപ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് താല്പര്യം വരണം അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഈ ഇതിന് തൊട്ട് മുമ്പ് ഇറക്കുമ്പോൾ ഉള്ള കാര്യം എന്താ വെച്ചാൽ, ഈ കോൺട്രവേഴ്സിയും സാധനങ്ങളുമൊക്കെ ഒരു സമയത്ത് ഇറക്കി ആദ്യത്തെ ഈ ഫാൻസ് കച്ചറകളെല്ലാം വന്ന് കണ്ട് പിന്നെ ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി ഇതിനിടയിൽ എഡിറ്റ് ചെയ്യാൻ പോകുന്നു, റീസെൻസർ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് മുമ്പേ കയറി കാണണമെന്ന് പറഞ്ഞൊരു സാധനം കിടക്കും. പിന്നെ അവധി സമയത്ത് അല്ലാത്ത കുറച്ച് ആൾക്കാരും കാണണ്ട എന്ന് വിചാരിച്ചവരെ പോലും ടെംപ്റ്റ് ചെയ്യും അല്ലേ? അതിനകത്ത് അങ്ങനെ ഒരു എതിർപ്പും കച്ചറ അല്ലെങ്കിൽ പിന്നെ വേറെ പടത്തിലൊന്നുമില്ല. പടം കൊള്ളത്തില്ലെന്നുള്ളത് കണ്ടിരുന്നവരെല്ലാം പറഞ്ഞു. സിനിമ അത് പോയി കണ്ടിട്ടൊന്നും കാര്യവുമില്ല ഈ പറഞ്ഞ ആൾക്കാർ. പിന്നെ അത്രയും ചിന്താഗതിയുള്ള ആളുകളെ പറ്റിക്കുവാണെങ്കിൽ അതിന് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഇതിനകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാർക്കറ്റിംഗ് കൊള്ളാം. നല്ലൊരു സമയം സെലക്ട് ചെയ്ത് നമ്മളിങ്ങനെ ഒരു സാധനം എടുത്ത് അതുപോലത്തെ ഒരു സമയത്ത് അടിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഇവർ പറയത്തില്ലേ മട്ടാഞ്ചേരി മാഫിയ, ഇങ്ങനെയുള്ളവരൊക്കെ ചിലതരം സിനിമകൾ എടുത്തിട്ട് എല്ലാവരുടെയും പൈസ ആണല്ലോ വിഷയം. ഈ പൈസ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ രാഹുൽ ഈശ്വരി പറഞ്ഞതുപോലെ ഇതിൻ്റെ കഥ എഴുതിയത് ഹിന്ദു, അഭിനയിച്ചതെല്ലാം ഹിന്ദു, പ്രൊഡ്യൂസർ ഹിന്ദു, എല്ലാവരും ഹിന്ദുക്കളാണല്ലോ. അപ്പോൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ പൈസ എത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചാൽ അതല്ലേ ബുദ്ധി. അതുകൊണ്ട് ഇങ്ങനത്തെ നാടകങ്ങളൊക്കെ കാണേണ്ടി വരും അല്ലേ? അങ്ങനെ പറ്റിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്തായാലും പടം മൊത്തത്തിലൊരു പറ്റിക്കല, അല്ലാതെ വേറെ അതിനകത്ത് ആര് കയറിയിട്ടും കാര്യമൊന്നുമില്ല. ഏത് ടീം വന്ന് കണ്ടാലും കുറേ നേരം ഇരുന്ന് ഉറങ്ങി, കുറച്ച് നേരം ഇരുന്ന് ഏണ്ടൊക്കെ കണ്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത ഏണ്ടൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ചിട്ട് ഒരുതരം കൺഫ്യൂഷനും അത്രയൊക്കെ നടക്കുന്നുള്ളൂ. അത് കണ്ടവരാരും തന്നെ എന്നോടും എൻ്റെ ഒരു സുഹൃത്തും പറഞ്ഞില്ല കേട്ടോ പടം കൊള്ളാമെന്ന്. ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞില്ല ഫസ്റ്റ് ഹാഫ് ഉറങ്ങിപ്പോയെന്ന്. ഒരു വെങ്കൊച്ച്, അവളങ്ങനെ ഉറങ്ങുന്നൊന്നുമല്ല. പിന്നെ വേറൊരാൾ വിളിച്ച് ഇതുപോലെ തന്നെ പറഞ്ഞു ഒട്ടും കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അതിനിടയിൽ ഇങ്ങനത്തെ സാധനമൊക്കെ തിരികെ കഴിഞ്ഞാൽ ഇത്തരം മണ്ടന്മാരുണ്ടല്ലോ, അതെന്തായിരിക്കും എന്ന് നോക്കണ്ടേ, അറിയണ്ടേ. ഇതിനി അതുകൊണ്ടാണോ ഇതിനോട് വിരോധം? സംഭവം മനസ്സിലായോ? അവിടെ ഈ കാണണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും കാണാനൊക്കെ ഉള്ളൊരു ടെൻഡൻസിയും കൂടുതലാണ്. അതായിരിക്കും അവർ ജനറേറ്റ് ചെയ്തേക്കുന്നത് ഇതിനകത്ത്. അത് കൊള്ളാം, നന്നായിട്ടുണ്ട് പൃഥ്വിരാജൻ ടീം.